വി.ഡി. സതീശന്റെ പുതുയുഗയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. അതിന്റെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കുകയാണ്. 5 ഗ്യാരണ്ടിയിലെ 6 പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. 6 പദ്ധതികൾ ഏതൊക്കെയാണ് ആ പദ്ധതികളെന്ന് നമുക്ക് വിശദമായി നോക്കാം. 1, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. 2, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി പ്രതിമാസം 1000 രൂപ. 3, ക്ഷേമ പെൻഷൻ അത് 3000 രൂപയാക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. അത് മാത്രമല്ല, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്. ആ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി അത് മുൻ മുഖ്യമന്ത്രി, കേരളത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. 5 യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ, അതായത് അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ്. പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പലിശരഹിത വായ്പ, 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. ഇതാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക വകുപ്പും. ഇങ്ങനെ 6 ഗ്യാരണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് ഈ വലിയ പ്രഖ്യാപനം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. KSRTC ബസ്സുകളിൽ കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും മാറ്റം? ആ മാറ്റമാണ് പറയുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ അവർ പ്രാവർത്തികമാക്കിയ വിഷയമാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സാമ്പത്തിക സഹായം. നേരിട്ട് കോളേജിൽ പോകുന്ന പെൺകുട്ടികളുടെ കൈകളിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ തന്നെയാണ്. ക്ഷേമ പെൻഷൻ അത് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. ഓരോ കുടുംബത്തിനും, അത് മാത്രമല്ല ഓരോ കുടുംബത്തിനും, കേരളത്തിലെ ഓരോ കുടുംബത്തിനും ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇൻഷുറൻസ്, അത് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഈ പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ UDF അധികാരത്തിൽ വന്നാൽ എന്ത് പ്രതീക്ഷിക്കണം? അതിന്റെ ഒരു സാമ്പിൾ ആണോ ഈ കേട്ടത്? വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പുതുയുഗയാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ നടത്തിയത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതിൽ 6 പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളതാണ്. ആ പ്രഖ്യാപനം വലിയ ഹർഷാരവത്തോടെയാണ് ഇവിടുത്തെ പ്രവർത്തകർ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് ഈ സാമ്പത്തിക സഹായം നൽകുന്ന വിഷയം കൂടി പ്രഖ്യാപിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ സഹായം മാസം ഉണ്ടാകും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്ന കാര്യവും രാഹുൽ ഗാന്ധി പറയുന്നു. അത് രാജസ്ഥാനിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ വർധനവ് തന്നെയാണ്. ക്ഷേമ പെൻഷൻ നിലവിലുള്ള 2000 എന്നുള്ളത് 1000 രൂപ കൂടി വർദ്ധിപ്പിച്ച 3000 ആക്കും എന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ അത്തരത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രഖ്യാപനമുള്ളത് പ്രായമായ ആളുകൾക്കായി, മുതിർന്ന ആളുകൾക്ക് വേണ്ടി ഒരു മന്ത്രാലയം രൂപീകരിക്കും, പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നൊരു പ്രഖ്യാപനം കൂടി രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ സർക്കാരാണ് 2026 കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം അമൽ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ തന്നെയാണ്. നമുക്കറിയാം 2000 രൂപയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ. അത് 1000 രൂപ വർദ്ധിപ്പിച്ച് 3000 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം.